ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതലും ചുക്കാൻ പിടിച്ചത് നമ്മുടെ നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനായിരുന്നു. പക്ഷേ വി ഡി സതീശനെ ആയിരുന്നു CPM മുഴുവൻ ആക്രമിച്ചത്. അതായത് ഡയറക്റ്റായിട്ട് ആക്രമിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ആക്രമിച്ചപ്പോഴെല്ലാം തിരിച്ചു പണികിട്ടുന്നൊരു സ്വഭാവമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. വി ഡി സതീശനെ തൊട്ട് കഴിഞ്ഞാൽ ഇനി മുഖ്യമന്ത്രി ആയതിനു ശേഷവും ഇനി അവരെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ പോകുന്നത് വി ഡി സതീശനായിരിക്കും. വി ഡി സതീശൻ ആക്രമിച്ചു കഴിഞ്ഞാൽ CPM എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? 102 MLA-മാരുമായി അധികാരത്തിലെത്തുന്ന വി ഡി സതീശനെ ആക്രമിക്കാനുള്ള ബാല്യവും കരുത്തും ഇന്നിൻ്റെ ഇടതുപക്ഷത്തിനില്ല. പ്രത്യേകിച്ച് 83 വയസ്സുകാരനായ പിണറായി വിജയൻ, ആരോഗ്യ പ്രശ്നങ്ങളിൽ അഴലുന്ന പിണറായി വിജയൻ, പാർട്ടിക്കുള്ളിൽ ഇയാളെ ആരാണ് പ്രതിപക്ഷ നേതാവാക്കിയത് എന്ന് കേഡർ പാർട്ടിയായ CPM-ൽ നിന്ന് സഖാക്കന്മാർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 62 വയസ്സുകാരനായ വി ഡി സതീശനോട് 2 ഡിഗ്രികളും 2 മാസ്റ്റർ ഡിഗ്രികളുമുള്ള ബിരുദാനന്തര ബിരുദങ്ങളുള്ള കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്ന, ജനങ്ങളെ മനസ്സിലാക്കുന്ന, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന വി ഡി സതീശനോട് മുട്ടി നിൽക്കുവാനുള്ള ബാല്യം ഈ വരാൻ പോകുന്ന സർക്കാരിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഉണ്ടാകില്ല എന്നുള്ളത് മൂന്നരത്തരമാണ്. നോക്കൂ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ അധികാരത്തിലെത്തിയ പിണറായി സർക്കാരിൻ്റെ പ്രതിപക്ഷമായ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന UDF. അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ഘടകകക്ഷികളുടെ നേതൃത്വത്തിൻ്റെയും ഒക്കെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. നമ്മളിങ്ങനെയൊക്കെ തട്ടിമുട്ടി സർക്കാരിലേക്ക് വിമർശിച്ച് കുറച്ച് സമരങ്ങളൊക്കെ ചെയ്ത് അങ്ങ് പോയാൽ മതി. 5 വർഷക്കാലം കഴിയുമ്പോൾ പ്രബുദ്ധരായ മലയാളികൾ ഇവരെ വെച്ചു ഉറപ്പിക്കില്ല, മാറ്റി കുത്തിക്കോളും, ഭരണം തിരിച്ചിങ്ങി വലതുപക്ഷത്തിന് വരും. 5 വർഷങ്ങൾക്കപ്പുറം, അത് കേരളത്തിൻ്റെ ഏറ്റവും ദുരന്തമുഖങ്ങളായിരുന്ന കോവിഡും നിപ്പയും പ്രളയവും ഒക്കെ വന്നുപോയ ആ 5 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിൽ 100% കോൺഫിഡൻറ്റോടെ പുതുതലമുറയുടെ സ്ഥാനാർത്ഥികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് മനോഹരമായ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലതുപക്ഷത്തിന് അടിമുട്ടി കാലിടറുന്ന കാഴ്ച കേരളത്തിൽ കണ്ടു. ചരിത്രത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യാനന്തരം കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം EMS സർക്കാരിൻ്റെ കാലഘട്ടവും തൊട്ടിങ്ങോട്ട് ഒരിക്കൽ ഇടത് ഭരിച്ചാൽ ഒരിക്കൽ വലത്, ഇടതും വലതും മാറി 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 ഭരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചരിത്രത്തെ പിണറായി വിജയൻ സർക്കാർ മാറ്റിക്കുറിച്ചപ്പോൾ, ഇവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങളുമായി ഇവിടുത്തെ ജനങ്ങൾ മാറ്റിക്കുറിച്ചപ്പോൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഒരു പാഠം പഠിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ, ജനങ്ങളോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഇവിടെ വീണ്ടും അധികാരത്തിലേക്ക് എത്തുക എന്നത് തികച്ചും പ്രയാസകരമായിരിക്കുമെന്ന സത്യം അവർ മനസ്സിലാക്കുന്നു. നോക്കൂ, അവിടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുക. അതും AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാലിൻ്റെ അനുഗ്രഹാശിസുകളോടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ വി ഡി സതീശൻ പറഞ്ഞത് മാത്രമേ ഈ നാട്ടിൽ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയം. ഒരിക്കൽ പോലും മന്ത്രിസഭയിൽ ഒരു ക്യാബിനറ്റ് റാങ്കോടുകൂടി മന്ത്രിയാകാൻ കഴിയാത്ത 25 വർഷക്കാലങ്ങൾ, 1/4 നൂറ്റാണ്ട് കാലം ഒരു നിയമസഭയെ മണ്ഡലത്തെ പ്രതിദാനം ചെയ്തൊരു നേതാവ്, പലപ്പോഴും ഭരിക്കുന്നത് സ്വന്തം സർക്കാരാണെങ്കിലും തെറ്റുകണ്ടാൽ തെറ്റാണെന്ന് പറയുന്ന നിലപാടുള്ള ഹരിത MLA എന്ന് വിളിക്കപ്പെടുന്നവരിൽ ഏറ്റവും പ്രധാനിയായി മാറിയ വി ഡി സതീശൻ നിലപാടുകൾ കൊണ്ട്, താൻ എടുത്ത നിലപാടുകളിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇനി ഉമ്മൻചാണ്ടിയാണെങ്കിലും VS അച്യുതാനന്ദനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ആര് തന്നെയായാലും തൻ്റെ നിലപാടിൽ വെള്ളം ചേർക്കാത്ത നേതാവ്, പറവൂരിൻ്റെ സ്വന്തം വി ഡി സതീശൻ പതുക്കെ കേരളത്തിൻ്റെ സ്വന്തം പ്രതിപക്ഷ നേതാവായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. 5 വർഷക്കാലങ്ങൾ സമരമുഖങ്ങൾ തുറന്നു വെക്കാതെ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ പ്രതിപക്ഷത്തെ എങ്ങനെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കേരള ജനതയെ കാട്ടിക്കൊടുത്തു വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ്. വി ഡി സതീശൻ 5 വർഷങ്ങൾക്കിപ്പുറം ഒരു തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് മാധ്യമങ്ങൾ ചോദിച്ചു എന്താണ് പ്രതീക്ഷ എന്ന്. അദ്ദേഹം പറഞ്ഞത് 100+. അന്ന് വലതുപക്ഷ നിരീക്ഷകരടക്കം അയാൾക്ക് എന്ത് ഭ്രാന്താണോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഭ്രാന്ത് എന്ന ചോദ്യത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് വർഗീയത തുപ്പിടുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ പൊതുമധ്യത്തിൽ നിന്ന് വെല്ലുവിളിച്ചു. 100+ കിട്ടിയാൽ, അല്ലെങ്കിൽ മികച്ച വിജയം നേടിയാൽ വി ഡി സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറുണ്ടോ? ഇനി 100+ കിട്ടിയാൽ ഞാൻ ഈ പറയപ്പെടുന്ന SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാമെന്ന്. ഇലക്ഷൻ റിസൾട്ടിന് ഇപ്പുറത്ത് മനോഹരമായ ഒരു മെയ് 4 പിറന്നപ്പോൾ, ആ മെയ് 4-ന് ഈ പറയപ്പെടുന്ന ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ 100+, 102 എന്ന മനോഹരമായ സംഖ്യയുമായി UDF അധികാരത്തിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. വി ഡി സതീശൻ വനവാസത്തിന് പോയില്ല, വി ഡി സതീശൻ വനവാസത്തിന് പോകേണ്ടി വന്നില്ല. അയാൾ ജ്യോത്സ്യം പഠിച്ചിട്ട് പ്രവചിച്ചതല്ല, ജനമനസ്സറിഞ്ഞ് മണ്ഡലങ്ങളുടെ പൾസ് അറിഞ്ഞ് പ്രവചിച്ചതാണ്. ആ മാജിക്കൽ നമ്പറിലേക്ക് UDF എത്തി. എന്നാൽ വർഗീയ വിഷം തുപ്പുന്ന നാറിയ നാക്കുമായി ആ വെള്ളാപ്പള്ളി നടേശൻ ഇന്നും വർഗീയത പുലമ്പിക്കൊണ്ട് ആ സീറ്റിൽ തന്നെ ഇരിക്കുന്നു. ഏറ്റവും മഹാനായ ആദരണീയനായ ശ്രീനാരായണ ഗുരുദേവൻ ആരംഭിച്ച, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച മഹത്തരമായ സംഘടനയുടെ
ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വർഗീയവാദിയായ ഒരു പരമനാറി കയറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ മറ്റെന്താണ് പറയാൻ പറ്റുന്നത്? അല്പമെങ്കിലും ഉളുപ്പ് വെള്ളാപ്പള്ളി നടേശനുണ്ടെങ്കിൽ, അല്പമെങ്കിലും ഉളുപ്പില്ല എന്നറിയാം, അല്പമെങ്കിലും ഉളുപ്പ് ബഹുമാനപ്പെട്ട ആദരണീയരായ ശ്രീനാരായണീയ സമൂഹം മുഴുവനോട് അവരോടെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആ വർഗീയ വിഷം തുപ്പുന്ന, ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും തുപ്പാൻ പോകുന്ന അയാൾക്ക് രാജിവെച്ചു പോകണം. പൊതുസമൂഹത്തെ പ്രദാനം ചെയ്യാൻ പൊതുസമൂഹത്തിൽ അയാൾ വിലപേശുന്നത് ഇവിടുത്തെ ശ്രീനാരായണീയരുടെ മാനം വെച്ചിട്ടാണ്. അയാൾ വിലപേശുന്നത് ശ്രീനാരായണീയരെ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരുദേവനെ വിറ്റു തിന്നുന്ന വെള്ളാപ്പള്ളി നടേശൻ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി പദത്തിലേക്ക് അമരുമ്പോ 102 സീറ്റാണ് സാർ അയാളുടെ കയ്യിലിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയവാദി, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഇസ്ലാം വിരോധി, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആ നാറിയ നാക്കുള്ളവൻ രാജിവെച്ചു പോകുമോ എന്ന് ചോദിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശനെ പറഞ്ഞാൽ എങ്ങനെയാണ് SNDP പറയുന്നതിന് തുല്യമാകുന്നത്? SNDP എന്ന് പറയുന്ന ആ സംഘടന ആദരണീയനായ കേരള സമൂഹം മാത്രമല്ല ഭാരത സമൂഹം ലോകമെങ്ങും ആരാധിക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശത്താൽ ആരംഭിക്കപ്പെട്ട ആ പ്രസ്ഥാനത്തിന്റെ സകല ഇമേജ് നശിപ്പിക്കുന്ന അയാൾ എന്ത് യോഗ്യതയാണ് ആ കസേരയിൽ ഇന്നും തുടരാനെന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് വി.ഡി. സതീശനെ CPM ഹാൻഡിലുകൾ നേരിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നുണേശൻ എന്നൊരു പേര് കൊടുത്തിട്ടാണ് വി.ഡി. സതീശനെ ഇവരെല്ലാം നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിൽ പോലും വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മുൻനിർത്തിയായിരിക്കും CPM അടിക്കാൻ പോകുന്നത്. ഈ നുണേശ ചരിതം അല്ലെങ്കിൽ ആ രീതിയിലേക്കായിരിക്കും വി.ഡി. സതീശൻ ഇവർ ഒതുക്കാൻ ശ്രമിക്കാം. അല്ല, ഇടതുപക്ഷം എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചോട്ടെ, ഹൃദയപക്ഷത്തിൽ അയാളുടെ പേര് നേതാവ് എന്ന് തന്നെയായിരുന്നു. ഹൃദയപക്ഷത്തിന്, ജനപക്ഷത്തിന് അയാളെ മുഖ്യമന്ത്രിയായി വേണമായിരുന്നു. KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് യോഗ്യതയില്ലാഞ്ഞിട്ടല്ല. ഇവിടുത്തെ ജനങ്ങൾ മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ, പാർട്ടി കൊടിക്കൂറ നോക്കി ഇവിടുത്തെ ജനം വോട്ട് ചെയ്തെങ്കിൽ കണ്ണൂരിന്റെ ഇടതുകോട്ടകളിൽ, കൊല്ലത്തിന്റെ ഇടതുകോട്ടകളിൽ, ആലപ്പുഴയുടെ രക്തസാക്ഷികൾ ഉറങ്ങുന്ന ഇടതുകോട്ടകളിൽ UDF ജയിക്കാൻ സാധിക്കുമായിരുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ, CPMകാർ, CPIക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കോൺഗ്രസിന്, ഇവിടുത്തെ UDFന്. അതൊരാൾക്ക് വേണ്ടിയായിരുന്നു, ഒരാളുടെ നേതൃത്വത്തിന് വേണ്ടിയായിരുന്നു. അയാളുടെ പേര് വി.ഡി. സതീശൻ എന്ന് തന്നെയായിരുന്നു. വി.ഡി. സതീശനെ ഇവിടുത്തെ ക്രൈസ്തവ മതവിശ്വാസികളും ഹൈന്ദവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും ഒരുപോലെ കൈനീട്ടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ടെങ്കിൽ അയാളിൽ ഒന്നും കാണാതെ അല്ല സാർ. അയാൾക്കൊരു നല്ല നേതാവാകാൻ കഴിയുമെന്ന്, അയാൾക്കൊരു നല്ല മുഖ്യമന്ത്രിയാകാൻ കഴിയുമെന്ന്, അയാൾക്ക് നല്ലൊരു ഭരണാധികാരിയാകാൻ കഴിയുമെന്ന് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അയാൾ തെളിയിച്ചു കൊടുത്തിട്ടാണ് വി.ഡി. സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത്. ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. എന്താണ് വി.ഡി. സതീശന്റെ പ്രത്യേകത? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ജനിച്ച ആദ്യത്തെ ഒരു മനുഷ്യനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. കേരളത്തിൽ EMS നമ്പൂതിരിപ്പാട് മുതൽ ഇങ്ങോട്ടേക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് അധികാരത്തിലെത്തിയ സകല ആളുകളും ജനിച്ചത് സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ജനിച്ചൊരു മനുഷ്യൻ കേരളത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. അതിനുമപ്പുറത്തേക്ക് ബിരുദാനന്തര ബിരുദമുള്ള കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. ഒരു ബിരുദാനന്തര ബിരുദമല്ല കേട്ടോ, MSW അതുപോലെ LLM-ഉം 2 ബിരുദാനന്തര ബിരുദമുള്ള 10 വർഷക്കാലം ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്ത, അതായത് തൊഴിലിന്റെ മഹത്വം അറിയുന്ന, വിയർപ്പൊഴുക്കി തൊഴിലെടുത്തിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. സന്ദേശം സിനിമ കണ്ടിട്ടാണ് അദ്ദേഹം ജോലിയെടുക്കാൻ തീരുമാനിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടു. അതായത് നല്ലൊരു രാഷ്ട്രീയക്കാരന് ഒരു തൊഴിലുണ്ടാകണമെന്ന ഉത്തമ ബോധ്യത്തിൽ അതിനൊരു സിനിമ കാരണമായി എന്ന് പറയുന്നുണ്ട്. 10 വർഷക്കാലം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അല്പമൊന്ന് മാറി നിന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ കഷ്ടപ്പെടുന്നവന്റെ വേദന അറിയാം. അല്ലാതെ ജനിച്ച വീണ കാലം മുതൽ ചെങ്കൊടി പിടിച്ചത് കൊണ്ടോ, കാവിക്കൊടി പിടിച്ചത് കൊണ്ടോ, തുവർണ്ണക്കൊടി പിടിച്ചത് കൊണ്ടോ എനിക്കിനി ഒരു പണിക്കും പോണ്ട, ഇവരുടെയൊക്കെ നേതാവായി മതി. അണ്ടിയാപ്പീസിലും കയർ തൊഴിലാളികളുമായി വരുന്നവരൊക്കെ ശമ്പളം വാങ്ങി വരുമ്പോ അതിൽ നിന്ന് പങ്കുപറ്റി കോർപ്പറേറ്റ് മുതലാളിമാരിൽ നിന്ന് പിരിച്ചെടുത്ത് തിന്ന് ഉണ്ട് ജീവിച്ച ചരിത്രം മാത്രമുള്ള ആളല്ല വി.ഡി. സതീശൻ എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. തൊഴിലിന്റെ മഹത്വം അറിയാവുന്ന രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക് വരികയാണ്. വെറുതെ അങ്ങ് പോയതല്ല, ഇവിടെ ഒരു യാത്ര നടന്നു. പുതുയുഗ യാത്ര എന്നായിരുന്നു അതിൻ്റെ പേര്. പുതുയുഗം പിറക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതെന്താ? ഓരോ മണ്ഡലങ്ങളിലും എത്തിയിട്ട് അദ്ദേഹം ജനത്തെ കേട്ടു.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒരു സഞ്ചരിക്കുന്ന വണ്ടിയിൽ, കക്കൂസുള്ള ഒരു വണ്ടിയിൽ, കറങ്ങുന്ന കസേരകളുള്ള ഒരു വണ്ടിയിൽ ഈ പറയപ്പെടുന്ന 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും യാത്ര നടത്തിയപ്പോൾ അവരും കണ്ടു ജനങ്ങളെ. ആരെയാണ്? ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനി മുതലാളിമാരെ, വലിയ വ്യവസായികളെ, വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ, മതമേലധ്യക്ഷന്മാരെ, ജാതി സംഘടനകളുടെ നേതൃത്വത്തെ കണ്ടു. അണ്ടിപ്പരിപ്പിൽ ഒരുമിച്ച് നിന്നു. അണ്ടിപ്പരിപ്പിട്ട കിഴങ്ങുകറി കൂട്ടി. ജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അതിനെ പ്രതിരോധം തീർക്കാനെത്തിയ, പ്രതിഷേധമറിയിക്കാനെത്തിയ KSU നേതാക്കന്മാരെ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചു. അങ്ങനെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിയേറ്റ ഒരാൾ ഇന്ന് MLA ആണ്. അത് രക്ഷാപ്രവർത്തനമാണ് സാർ. ആ രക്ഷാപ്രവർത്തനത്തിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ ചിത്തരഞ്ജനെ തോപ്പിച്ച് AD തോമസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് MLA ആണ്, നിയുക്ത MLA ആണ് ആലപ്പുഴയുടേത്. പക്ഷെ VD സതീശന്റെ യാത്രയിലുടനീളം അദ്ദേഹം ജനത്തെ കണ്ടു, ഇവിടുത്തെ കച്ചവടക്കാരെ കണ്ടു, കയർ തൊഴിലാളിക്കാരെ കണ്ടു, കശുവണ്ടി തൊഴിലാളികളെ കണ്ടു, തൊഴിലുറപ്പ് തൊഴിലാളികളെ കണ്ടു, വ്യവസായികളെ കണ്ടു, കോർപ്പറേറ്റ് മുതലാളിമാരെ കണ്ടു, വിദ്യാർത്ഥികളെ കണ്ടു. അങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള മനുഷ്യരെയും അദ്ദേഹം കണ്ടു. അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷം കുമ്പുകുലുക്കി, മീശ കുലുക്കി, ചുവന്ന കണ്ണ് കുലുപ്പിച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഒരു വിദേശ നേതാവ് ഇവരെയൊക്കെ കണ്ടിട്ട് എന്തിനാണെന്ന് അടുത്ത 5 വർഷക്കാലം കൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കും. അതിന് യാതൊരു വിധമായ സംശയവുമില്ല. ജനമനസ്സറിയുന്ന ഒരാൾ ജനനായകനായി, മുഖ്യമന്ത്രിയായി അധികാരത്തിലേക്ക് എത്തുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷം, ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ, ഇവിടുത്തെ BJP-ക്കാർ, അവർ നേതൃത്വം കൊടുക്കുന്ന ചാനലുകളൊക്കെ ഇരുന്നുകൊണ്ട് ഇത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്, മുസ്ലിം മതമാണ് ഈ പറയപ്പെടുന്ന ഇയാളുടെ സ്പോൺസർ, മുസ്ലിം ലീഗാണ് ഇയാളുടെ അപ്പോസ്തലൻ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാം അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. ഹൈന്ദവ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വർഗീയത ആളിക്കത്തിച്ച് ഇവിടെ കൃത്യമായ വർഗീയ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്ന ഈ പറയപ്പെടുന്ന സംഘപരിവാറുകാർ, അവർ ഫണ്ട് ചെയ്യുന്ന ചാനലുകൾ ഇത് പറയുന്നതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതേ ഇവരുടെ രീതി അനുസരിച്ചുകൊണ്ട് ഇടതുപക്ഷ സൈബർ സഖാക്കന്മാരും അവർ നേതൃത്വം കൊടുക്കുന്ന ചാനലുകളും ഇത് തന്നെ പറയാൻ തുടങ്ങിയാലോ? ഇന്നൊരു ചാനൽ BJP-യുടെ ഔദ്യോഗിക ചാനലാ. അവരുടെ ചിഹ്നം, അവരുടെ ലോഗോ ഭഗവത്വജത്തിന്റെ ചിഹ്നമാണ്. ജനൻ ടിവിയോ മലൻ ടിവിയോ എനിക്കറിയില്ല. അവരുടെ വീഡിയോയുടെ ക്യാപ്ഷൻ എന്താണെന്നറിയോ? പച്ചപ്പരവതാരി വിരിച്ച് സ്റ്റേഡിയം എന്നാണ്. പച്ചക്ക് എന്താ സാറേ കുഴപ്പം? പച്ചക്ക് എന്താ കുഴപ്പം? ചുവപ്പ് വരതാനി വേണ്ടെന്ന് വെച്ചിട്ടാണെന്നേ ഇസ്ലാം മതത്തിൽപ്പെട്ട 6 മന്ത്രിമാർ അല്ലെങ്കിൽ 7 മന്ത്രിമാർ മന്ത്രിസഭയിൽ വന്നാൽ ആർക്കാണ് ഇത്ര പൊള്ളാൻ? ആർക്കാണെന്ന് ഇത്ര പൊള്ളാൻ? എന്താ മുസ്ലിങ്ങൾ ഈ നാട്ടുകാരല്ലേ? അല്ലേ? ഇത് മതേതര ഭാരതമാണെന്നേ. ഇവിടെ ഹൈന്ദവനും മുസൽമാനും ഈ ക്രൈസ്തവനും ഒരേ അവകാശങ്ങളാണുള്ളത്. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ കൊടുത്താൽ ഇവർക്ക് പൊള്ളും. വെറുതെ ഒന്നുമല്ലല്ലോ. മലബാർ മേഖലയിൽ ജയിച്ചു വന്നിട്ടല്ലേ? കൊടുത്ത സീറ്റുകളിൽ 99% സീറ്റുകളും ജയിച്ചു വന്നിട്ടല്ലേ? ആ മുസ്ലിം ലീഗ് UDF-ന്റെ ഭാഗമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിൽ ഈ പറയപ്പെടുന്ന MLA-മാർ ജയിച്ചു വന്നത്? ഇവിടെ ആരാടോ VD സതീശന്റെ നേതൃത്വത്തിൽ ജാതി നോക്കി വോട്ട് ചെയ്തത്? ആരാ? തിരൂരിൽ ജയിച്ചു കയറിയ സ്ഥാനാർത്ഥിയുടെ പേരെന്താ? മുസ്ലിം ഭൂരിപക്ഷ മേഖലയെ തിരൂരിൽ ജയിച്ചു കയറിയ UDF സ്ഥാനാർത്ഥിയുടെ പേര് VS ജോയി എന്ന ക്രിസ്ത്യാനിയ. അങ്ങനെ എവിടെയൊക്കെ മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ തോക്കുമെന്ന് പറഞ്ഞു. അവിടെ ക്രൈസ്തവരാണ് കൂടുതലെന്ന് പറഞ്ഞു. അവിടുത്തെ MLA-യുടെ പേര്, നിയുക്ത MLA-യുടെ പേര് മുഹമ്മദ് ഷിയാസ് എന്നാ. അങ്ങനെ എവിടെയൊക്കെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ കൊടിക്കൂറയുടെ കളറോ നോക്കിയിട്ടല്ല ഇവിടെ വോട്ട് ചെയ്തത്. അപ്പോ ഇവിടെ പച്ച പരവതാനി വിരിച്ചത് പ്രശ്നമായി ജനൻ ടിവിക്ക്. മറ്റു ചിലരുടെ പ്രശ്നം എന്താ? കട്ടെടുത്ത കൊള്ളയടിച്ച വനക്കേസ്, മരമുറിക്കേസ് പുറത്തു വരും. VD സതീശൻ വന്നാൽ പുറത്തു വരും. അപ്പൊ അതിന് വെകളി കൊള്ളുകയാണ്. എന്നിട്ട് നിൽപ്പിൽ നിലപാട് മാറ്റുന്നു. VD സതീശൻ മുഖ്യമന്ത്രി ആയപ്പോ വമ്പൻ പാട്ട്, കൂത്ത്, ബഹളം. ഇതിലൊന്നും വീഴുന്ന ആളല്ല സാറേ VD സതീശൻ എന്ന ഉത്തമമായ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി വീണു പോയാൽ, മനുഷ്യരാണ് പിള്ളേ, വീണു പോയാൽ നമ്മളൊക്കെ എതിരാകും, അത്രമാത്രം. VD സതീശനിൽ കേരള ജനതയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ആ VD സതീശൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുന്നു. ആ പ്രതീക്ഷ ഒട്ടും മങ്ങാതെ VD സതീശന് സാധ്യമാക്കാൻ സാധിക്കട്ടെ.